നിമിഷമാണ് എനിക്കിപ്പം. കാരണം ഞാൻ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ആ ബുദ്ധിമുട്ടുകൾ ഞാൻ എന്റെ എല്ലാം ഒരു കൾമിനേഷൻ എന്നുള്ള ഒരു രീതിയിലായിരിക്കും ഞാനൊരു കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുത്ത് ഒരു മുന്നോട്ട് പോകാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ അത് വ്യക്തമായ നിയമോപദേശം തേടിയിട്ടും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഓരോ പോസ്റ്റുകൾ ഇടുകയും അതിന്റെ ആ നിർദ്ദേശത്തിനനുസരിച്ച് തന്നെയാണ് ഞാനിത് മുൻപോട്ട് പോയേക്കുന്നതും. അപ്പം ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ചോദിക്കുകയും എനിക്കത് ലഭിക്കുകയും ചെയ്തിരുന്നു. അത് അദ്ദേഹത്തെയും ഞാൻ എന്റെ മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് അദ്ദേഹം ഉറപ്പ് തന്നിരുന്നു. പിന്നെ DGP സാറിന്റെ അടുത്ത് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഹ്യൂജ് സപ്പോർട്ട് കിട്ടി. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒത്തിരി ഓഫീഷ്യൽസിന്റെ അടുത്ത് പോലീസ് എല്ലാവരും ഭയങ്കര ഒരു സപ്പോർട്ട് തന്നെയാണ് എനിക്ക് നൽകിയത്. അപ്പൊ അതൊരു അത്രയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വലിയൊരു ഇഷ്യൂ ആണെന്നുള്ളതിന്റെ അത്രയും വ്യാപ്തിയുള്ള ഒരു വിഷയമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഏറ്റവും പെട്ടെന്ന് നടപടി അതിൽ എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹണിറോസ്, ഇതിപ്പോൾ ആദ്യമായോ അവസാനമായോ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഓരോ ദിനം പ്രതി ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്നായാലും മറ്റേത് മേഖലയിൽ നിന്നായാലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ രീതിയിൽ മുന്നിട്ടിറങ്ങി പരാതി നൽകി അതിൽ കൃത്യമായൊരു നടപടി ലഭിക്കുമ്പോൾ എന്താണ് ഇതൊരു പ്രചോദനമാകില്ലേ മറ്റുള്ളവർക്ക് കൂടി? തീർച്ചയായിട്ടും അതുകൊണ്ട് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. കാരണം ഞാൻ മാത്രമല്ല ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സമൂഹത്തിൽ നിൽക്കുന്ന എന്റെ കൊളീഗ്സ് ആയാലും ഒത്തിരി ആളുകളും ഇത് ഫേസ് ചെയ്ത് ഈ ഒരു മെന്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അതിനൊരു അറുതി വരുത്തണം. ഇതൊരു ക്രൈമാണ്. ഒരാളെയും നിങ്ങൾക്ക് അനാവശ്യമായി വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഒരു രീതിയിലും സ്ലട്ട് ഷെയ്മിങ്ങോ യാതൊരു രീതിയിലും അബ്യൂസ് ചെയ്യാനുള്ള അധികാരമോ അവകാശമോ ഇല്ല എന്നുള്ള ഉറച്ച ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രവൃത്തി കൊണ്ടുള്ള ലക്ഷ്യം. ശരി, ഏതായാലും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതായത് സ്ത്രീ ശരീരത്തെ പുകഴ്ത്തുന്നത് പോലും അത് ശരിയായ ഒരു രീതി അല്ല എന്നത്. ഏതായാലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി വരുമ്പോഴത്തേക്കും അത് പൊതുസമൂഹത്തിനും വലിയൊരു കണ്ണു തുറപ്പിക്കുന്നൊരു കാര്യം തന്നെയാകും അല്ലേ? തീർച്ചയായും അങ്ങനെ ആവണമെന്ന് പൂർണ്ണമായും ആഗ്രഹിക്കുന്നു. അതിന് എന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് തന്നെ ഞാൻ മുമ്പോട്ട് പോകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഹേമ കമ്മിറ്റി ചർച്ച ചെയ്യപ്പെട്ടു. ആ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ കൂടി രംഗത്ത് വരുന്നത്. ഒപ്പം സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും വലിയൊരു സപ്പോർട്ട് തന്നെ എല്ലാ ഭാഗത്തുനിന്നും, സിനിമാ മേഖലയിൽ നിന്നും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളിൽ നിന്നും എല്ലായിടത്തുനിന്നും, പൊളിറ്റീഷ്യൻസ് ആയാലും എല്ലാവരും എല്ലാ മേഖലയിൽ നിന്നും എനിക്ക് കിട്ടുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഒത്തിരി ആളുകൾ വിളിച്ചിട്ട് ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, ഞങ്ങളിത് ഭയങ്കര ആഗ്രഹിച്ച ഒരു കാര്യമാണ്, എനിക്കുമൊക്കെ എല്ലാവർക്കും ഈ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇങ്ങനെ ഒരു ഹ്യൂജ് റെസ്പോൺസ് അതിന് കിട്ടാനുള്ള ഒരു റീസൺ. അപ്പോൾ ഒന്നുകൂടി ചോദിക്കുകയാണ്, ഈ സ്ത്രീ സമൂഹത്തോട് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? എനിക്ക് അങ്ങനെയല്ല. ഞാനൊരു മെസ്സേജ് മുമ്പോട്ട് വെക്കണമായിരുന്നു. കാരണം അത് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ ഒത്തിരി നാളായിട്ട് ഈ അബ്യൂസ് ഫേസ് ചെയ്തിട്ടും മിണ്ടാതിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എന്റേതായിട്ടുള്ള പല റീസൺസ് എനിക്ക് പറയാനുണ്ടാവും. പക്ഷെ അതിനെല്ലാം ഒരു അറുതി വരുത്തണം എന്നുള്ള ഒരു പോയിന്റിൽ ഞാൻ എത്തിയപ്പോൾ ഞാൻ ഒരു മെസ്സേജ് ആളുകളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. സോ അത് അവർക്കൊരു ഊർജ്ജം ഏതെങ്കിലും രീതിയിൽ നൽകുന്നുവെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാനടക്കമുള്ള സ്ത്രീകളും പുരുഷന്മാരും ആരും കടന്നു പോകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം എന്തും പറയാം, ആർക്കും എന്തും പറയാം എന്നുള്ളൊരു സാഹചര്യമാണ്. അതിൽ ഒരു മാറ്റം ഇതോടുകൂടി ഉണ്ടാകുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത്? അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അതിന് വേണ്ട നിയമ നടപടികൾ നമുക്ക് എന്തൊക്കെ സ്വീകരിക്കാൻ കഴിയുമോ അതൊക്കെ സ്വീകരിക്കാനുള്ള അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാനും. എന്തായാലും നോക്കാം നമുക്ക്.